ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ആദ്യ ഡോസ് മയക്കുവെടി വെച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആളുകളെ ഉൾപ്പെടെ നിലനിർത്തുന്ന ആ ഒരു സമഗ്രമായ ദൗത്യത്തിൽ കൂടിയാണ്. അപ്പോൾ ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന സാഹചര്യമാണ്. ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിരിക്കുന്നു. അതിനുശേഷമുള്ള ആനയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിട്ടുണ്ട്. നേരത്തെ പടക്കം പൊട്ടിച്ചിട്ടൊന്നും ആന അവിടുന്ന് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കുന്ന രീതിയിൽ ചലിക്കുന്ന രീതിയിലേക്ക് ആന എത്തിയില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ആനയെ ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിട്ടുണ്ട്. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിന് ഒടുവിലാണ് ആദ്യ ഡോസ് മയക്കുവെടി വെച്ചത്. ആന ഇപ്പോൾ നിശ്ചലനായി തന്നെ നിൽക്കുകയാണ്. 10-11 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ ദൗത്യം ഇന്ന് ആരംഭിച്ചിട്ട്. അരുൺ, ആദ്യ ഡോസ് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ കെ ബി വിവരങ്ങളുമായിട്ട്. രാഹുൽ, ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ആന ഇപ്പോൾ പതിയെ നടക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ ആന ഇപ്പോൾ കൃത്യമായി നമ്മുടെ ക്യാമറയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു ഡോസ് വെടി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൺമുമ്പിൽ നിന്ന് തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ വെടിവെച്ചത്. അത് മയക്കുവെടി തന്നെയാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുവാനൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ കണ്ടത് പ്രകാരം അത് മയക്കുവെടി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറെ പാടുപെട്ടതിന് ശേഷമാണ് എന്തായാലും മയക്കുവെടി വെക്കാൻ സാധിച്ചത്. ഇപ്പോഴും പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനയുടെ 4 ഭാഗത്തും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. ആനയെ ഒരു കാരണവശാലും പരമാവധി ശ്രമിച്ചിട്ടും ഉദ്യോഗസ്ഥർ ടാർഗറ്റ് ചെയ്ത ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പടക്കം പൊട്ടിക്കാൻ ആരംഭിച്ചത്. 15-ലധികം പടക്കങ്ങൾ ഇതിനകം തന്നെ പൊട്ടിച്ചു. അങ്ങനെ ഈ വാഴത്തോട്ടം ആരംഭിക്കുന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ച സ്ഥലത്തേക്ക് ആന വന്ന സമയത്താണ് ഒരു ഡോസ് വെടിവെച്ചിട്ടുള്ളത്. അതിനുശേഷം ആന നേരെ ഏകദേശം ഒരു 10-15 മീറ്റർ മാറി നിൽക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് അക്കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ടായി. നമ്മുടെ മുമ്പിൽ നിന്നാണ് വെടിവെച്ചത്. അത് കൃത്യമായി തന്നെ അവരെ ടാർഗറ്റ് ചെയ്തതുപോലെ തന്നെ കൊണ്ടുപോകും, അത് ആനയുടെ എതിർഭാഗത്താണ് കൊണ്ടത് എന്ന കാര്യങ്ങളിലൊക്കെ ഒരു സംശയമുണ്ട്. നമ്മൾ കണ്ട കാര്യമാണ് പറയുന്നത്. ഉദ്യോഗസ്ഥരാണ് സ്ഥിരീകരിക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ ആന ഇവരുടെ കൺവെട്ടത്ത് തന്നെയാണ് ഉള്ളത്. ആനയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ആന അദ്ദേഹത്തേക്ക് മണ്ണൊക്കെ വാരി ഇടുകയാണ്. നേരത്തെ നമ്മൾ അതൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ തണ്ണീർക്കൊമ്പന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. രാഹുലും അരുണും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിട്ടുണ്ട്. അത് ആനയ്ക്ക് കൊണ്ടോ എവിടെയാണ് കൊണ്ടതെന്നൊക്കെ നമുക്ക് ഇനിയും സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. പക്ഷെ